റഷ്യ ഉക്രൈൻ സംഘർഷം ലോക രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും ആഗോള വിപണി സംവിധാനത്തെയും കൊടുങ്കാറ്റാക്കി. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ലോക നേതാക്കളുടെ നയതന്ത്ര ശ്രമങ്ങൾ പുരോഗതിയുടെ ലക്ഷണമൊന്നും കാണിക്കുന്നില്ല. എല്ലാവർക്കും സ്റ്റോറി ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം എന്താണ്? അത് ആരംഭിച്ചത് എവിടെ നിന്ന്? ഉക്രൈന് എന്താണ് വേണ്ടത്? എന്തിനാണ് ഈ സംഘർഷത്തെ US ആശങ്കപ്പെടുന്നത്? റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെ ഭാവി എന്താണ് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. അപ്പോൾ തുടങ്ങാം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം എന്താണ്? അത് ആരംഭിച്ചത് എവിടെ നിന്ന്? 1991 സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ഉക്രൈൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. ഉക്രൈൻ യഥാർത്ഥത്തിൽ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ആദ്യകാല ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് സോവിയറ്റ് റിപ്പബ്ലിക്കായി മാറുകയും സാമ്രാജ്യത്വ പാരമ്പര്യം ഉപേക്ഷിക്കുകയും അങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യം അഴിമതിയോടും ആഭ്യന്തര വിഭജനത്തിനുമെതിരെ പോരാടുകയാണ്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം പടിഞ്ഞാറുമായി സംയോജനം ആഗ്രഹിക്കുന്നു. എന്നാൽ കിഴക്കൻ മേഖല റഷ്യയുമായി സംയോജനം ആഗ്രഹിക്കുന്നു. 2021 ജൂലൈയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു ലേഖനം എഴുതി. അതിൽ റഷ്യക്കാരും ഉക്രൈനിയക്കാരും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന് ഊന്നൽ നൽകി. 2 ദിവസം മുൻപ് ഉക്രൈൻ ഒരിക്കലും ഒരു സ്വതന്ത്ര രാജ്യമായിട്ടില്ലെന്നും ചരിത്രപരമായി റഷ്യയുടെ ഭാഗമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഉക്രൈനിന്റെ നിലനിൽപ്പിന്റെ നിഷേധമായിരുന്നു അത്. ഉക്രൈൻ റഷ്യയുടെ സ്വാധീന വലയത്തിലായിരിക്കണമെന്നും നാറ്റോയിൽ ചേരരുത് എന്നുമാണ് റഷ്യ ഏറ്റവും കുറഞ്ഞത് ആഗ്രഹിച്ചത്. US-നും പടിഞ്ഞാറൻ യൂറോപ്പിനുമെതിരായ റഷ്യയുടെ പരാതികൾ 20 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. മധ്യ കിഴക്കൻ യൂറോപ്പിലെ മറ്റ് മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് മുൻ സോവിയറ്റ് ഭാഗങ്ങളായിരുന്ന രാജ്യങ്ങളെ നാറ്റോയിലേക്ക് ഉൾപ്പെടുത്തി. നാറ്റോയുടെ വിപുലീകരണത്തെ റഷ്യ എതിർത്തിരുന്നു. 1997-ലും 2004-ലും റഷ്യൻ എതിർപ്പുകൾ അവഗണിച്ച് മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തി നാറ്റോ വികസിച്ചു. US-നെതിരായ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിന് റഷ്യ വ്യക്തമായ പിന്തുണ US-ന് നൽകി. എന്നിരുന്നാലും 2002-ൽ റഷ്യയുമായി ആലോചിക്കാതെ US ഏകപക്ഷീയമായി ABM ഉടമ്പടിയിൽ നിന്ന് പിന്മാറി. 2003-ൽ റഷ്യയുടെ എതിർപ്പിനെ മറികടന്ന് അമേരിക്ക ഇറാഖ് ആക്രമിച്ചു. അതിനാൽ US-നും നാറ്റോയ്ക്കുമെതിരെ പ്രസിഡന്റ് പുടിന് ഗുരുതരമായ ആവലാതികളുള്ള നിരവധി വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. 2008-ലെ റഷ്യ ജോർജിയ യുദ്ധം നാറ്റോയും റഷ്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ ആഴത്തിലാക്കി. 2004-ലെ യുക്രൈനിലെ ഓറഞ്ച് വിപ്ലവത്തിന് ശേഷം മോസ്കോ അനുകൂലിയായ വിക്ടർ യാനുകോവിച്ചിന് പകരം റഷ്യൻ വിരുദ്ധനായ വിക്ടർ യുഷ്ചെങ്കോ പ്രസിഡന്റായി അധികാരത്തിൽ വരികയും യൂറോപ്യൻ യൂണിയനുമായി അടുത്ത ബന്ധം ആഗ്രഹിക്കുകയും ചെയ്തു. 2005-ൽ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമെന്നാണ് സോവിയറ്റ് പിരിച്ചുവിടലിനെ പുടിൻ വിശേഷിപ്പിച്ചത്. അതിനുശേഷം മുൻ സോവിയറ്റ് രാജ്യങ്ങളെ റഷ്യ സ്പോൺസർ ചെയ്യുന്ന യൂറേഷ്യൻ സാമ്പത്തിക സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചു. 2010-ൽ റഷ്യൻ അനുകൂലിയായ യാനുകോവിച്ച് പ്രസിഡന്റ് സ്ഥാനം തിരിച്ചുപിടിക്കുകയും മോസ്കോയുമായുള്ള അടുത്ത ബന്ധത്തെ പിന്തുണച്ച് 2013-ൽ യൂറോപ്യൻ യൂണിയനുമായുള്ള അസോസിയേഷൻ കരാറിനായുള്ള ചർച്ചകൾ നിർത്തുകയും ചെയ്തു. ഇത് വ്യാപകമായ സംഘർഷത്തിന് കാരണമായി. മാന്യതയുടെ വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്ന സമരത്തിൽ പ്രതിഷേധക്കാർ അദ്ദേഹത്തെ പുറത്താക്കി. 2014 ഫെബ്രുവരിയിൽ അദ്ദേഹം ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്തു. ഇത് പുടിനെ വളരെയധികം ചൊടിപ്പിച്ചു. റഷ്യ ഉക്രൈനിന്റെ ക്രിമിയൻ പെനിൻസുല പിടിച്ചെടുക്കുകയും കിഴക്കൻ ഉക്രൈനിലെ വിഘടനവാദികളുടെ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ രാജ്യത്തിന്റെ വ്യവസായ കേന്ദ്രമായ ഡോൺബാസിനെ ആക്രമിച്ചു. ഉക്രൈനിയൻ സേനയും റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളും തമ്മിലുള്ള സായുധ പോരാട്ടത്തിൽ 14,000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. റഷ്യ സൈന്യത്തെ വിന്യസിക്കുകയും വിമതർക്ക് ആയുധങ്ങൾ എത്തിക്കുകയും ചെയ്തതായി ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ആരോപിച്ചിരുന്നു. എന്നാൽ റഷ്യ ഇത് നിഷേധിച്ചു. എന്നിരുന്നാലും ആയുധങ്ങളിലും സംയുക്ത സൈനികാഭ്യാസങ്ങളിലും ഉക്രൈനെ സഹായിച്ചതിന് US-നെയും നാറ്റോയെയും റഷ്യ നിശിതമായി വിമർശിച്ചു. ഉക്രൈൻ നാറ്റോയിൽ ചേരാതെ തന്നെ ഉക്രൈനിൽ സൈനിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ചില നാറ്റോ അംഗങ്ങളുടെ പദ്ധതികളിൽ
പ്രസിഡന്റ് പുടിൻ ആശങ്ക പ്രകടിപ്പിച്ചു. കാരണം മേഖലയിൽ സൈനിക അടിത്തറ സ്ഥാപിക്കാൻ ഇത് ഉക്രൈനെ സഹായിക്കും. ഉക്രൈൻ നാറ്റോയുടെ അംഗരാജ്യമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിൻ്റെ അതിർത്തിക്കടുത്തുള്ള എല്ലാ നാറ്റോ അഭ്യാസങ്ങളും അവസാനിപ്പിക്കാനും മധ്യ കിഴക്കൻ യൂറോപ്പിൽ നിന്ന് നാറ്റോ പിൻവാങ്ങണമെന്നും റഷ്യ വ്യക്തമാക്കി. നാറ്റോയിലേക്കുള്ള ഉക്രൈൻ്റെ പ്രവേശനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം ആവശ്യമാണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ റഷ്യ ഉക്രൈനെ ഒരു സ്വാധീന മണ്ഡലത്തിൻ്റെ ഭാഗമായ പ്രദേശമായി കാണുന്നു, അല്ലാതെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ടല്ല. എന്നിരുന്നാലും റഷ്യയുടെ ആവശ്യങ്ങൾ അമേരിക്കയും നാറ്റോയും നിരസിച്ചു. സൈനിക അധിനിവേശത്തിലൂടെ പുടിൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളുടെ നിയന്ത്രണത്തിലായിരുന്ന ഡോനെറ്റ്സ്കിലെയും ലുഹാൻസ്കിലെയും റഷ്യൻ സംസാരിക്കുന്ന ജനസംഖ്യയുടെ സുരക്ഷയാണ് പ്രഖ്യാപിത ലക്ഷ്യം. മേഖലയെ സൈനികവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പുടിൻ പ്രഖ്യാപിച്ചു. എന്നാൽ റഷ്യൻ സൈന്യം വിവിധ ഉക്രൈനിയൻ നഗരങ്ങൾക്കെതിരെ വ്യോമ, കടൽ, മിസൈൽ ആക്രമണങ്ങൾ നടത്തിയ രീതി നോക്കുമ്പോൾ ഭാവിയിൽ റഷ്യയ്ക്ക് ഒരിക്കലും സുരക്ഷാ ഭീഷണി ഉയർത്താൻ കഴിയാത്ത വിധം ഉക്രൈനെ ബലപ്പെടുത്താനും നിർവീര്യമാക്കാനും പുടിൻ ആഗ്രഹിക്കുന്നുവെന്ന് അനുമാനിക്കാം. റഷ്യയുടെ പക്ഷത്ത് സാമ്പത്തിക സൂപ്പർ പവർ രാജ്യമായ ചൈനയുമുണ്ട്. യൂറോപ്പ് അതിൻ്റെ വാതകത്തിൻ്റെയും എണ്ണയുടെയും 40% റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതിനാൽ ജർമ്മനി ഉൾപ്പെടെ യൂറോപ്പിലെ പല രാജ്യങ്ങളും കടുത്ത റഷ്യൻ ഉപരോധത്തിന് താൽപ്പര്യപ്പെടില്ല എന്ന് ഉറപ്പാണ്. ഉക്രൈന് എന്താണ് വേണ്ടത്? ഉക്രൈൻ നാറ്റോയിൽ അംഗമല്ല, എന്നാൽ നാറ്റോയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു. 2024 യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിന് അപേക്ഷിക്കുമെന്ന് അവർ പരസ്യമായി പ്രസ്താവിച്ചു. നാറ്റോ അംഗത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപ് മേഖലയിൽ നിലനിൽക്കുന്ന അഴിമതിയും ആഭ്യന്തര വിഭജനവും ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഡോൺബാസ് മേഖലയിലെ സമാധാനം, അഴിമതി വിരുദ്ധ സാമ്പത്തിക നവീകരണം എന്നീ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഉക്രൈനിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് നാറ്റോ അംഗമാകാനുള്ള ഉക്രൈനുമായുള്ള 2008 പ്രതിബദ്ധത എടുത്തുകളയാനുള്ള റഷ്യയുടെ അഭ്യർത്ഥന നിരസിച്ചു. സമയമാകുമ്പോൾ ഉക്രൈനിൻ്റെ പ്രവേശനം നിരസിക്കാൻ റഷ്യയ്ക്ക് കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തിനാണ് US ആശങ്കപ്പെടുന്നത്? ക്രിമിയ പിടിച്ചടക്കുന്നതിലൂടെയും ഡോൺബാസ് സംഘർഷത്തെ പിന്തുണയ്ക്കുകയും ചെയ്തപ്പോൾ റഷ്യ ഉക്രൈനിനുള്ള ബുഡാപെസ്റ്റ് മെമ്മോറാണ്ടം ഓഫ് സെക്യൂരിറ്റി അഷുറൻസ് ലംഘിച്ചു എന്നാണ് US പറയുന്നത്. ആണവായുധ ശേഖരം ഉപേക്ഷിക്കാനുള്ള വാഗ്ദാനത്തിന് പകരമായി ഉക്രൈനിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനായി 1994 യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഗ്രേറ്റ് ബ്രിട്ടനും റഷ്യയും ഒരു ബഹുമുഖ കരാറിൽ ഒപ്പുവച്ചിരുന്നു. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെ ഭാവി എന്താണ്? റഷ്യ ഉക്രൈൻ സംഘർഷം കാരണം ഇന്ത്യ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഈ സംഘർഷം രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില ഉയരുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. മോസ്കോയുമായുള്ള സവിശേഷമായ ബന്ധം കണക്കിലെടുത്ത് ഇന്ത്യ റഷ്യൻ നടപടികളെ വിമർശിച്ചിട്ടില്ല. റഷ്യ ഉക്രൈൻ സംഘർഷത്തിലെ എല്ലാ കക്ഷികളുടെയും നിയമാനുസൃതമായ സുരക്ഷാ താൽപ്പര്യം കണക്കിലെടുത്ത് സംഘർഷത്തിൻ്റെ സമാധാനപരമായ പരിഹാരം ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഉക്രൈനിൻ്റെ താൽപ്പര്യം അതിൻ്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയുമാണ്. അതേസമയം ഉക്രൈനെയും സോവിയറ്റ് യൂണിയൻ്റെ മുൻ ഭാഗമായിരുന്ന മറ്റ് രാജ്യങ്ങളെയും നാറ്റോയിൽ ചേരാൻ അനുവദിക്കരുത് എന്ന് റഷ്യ ആഗ്രഹിക്കുന്നു. ഇത് ഉക്രൈനിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തിയേക്കാം, പക്ഷേ അത് അതിൻ്റെ പ്രധാന സുരക്ഷാ താൽപ്പര്യത്തിന് ഉറപ്പ് നൽകിയേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കും അടുത്ത വീഡിയോ ഉടനെ ചെയ്യാനുള്ള പ്രചോദനം. ഇതുപോലെയുള്ള വീഡിയോകൾ ആദ്യം തന്നെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.